ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ മഴക്കാലമായതുകൊണ്ട് തന്നെ കരുതിയിരിക്കേണ്ട മഴക്കാല രോഗങ്ങൾ തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. മഴക്കാലമാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ തിരികെ എത്തുന്നത് പല അസുഖങ്ങളുമായിട്ടായിരിക്കും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പല രോഗങ്ങളെയും തടയാൻ സാധിക്കും. ഈ മഴക്കാലത്ത് ഏതൊക്കെയാണ് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെന്നും എങ്ങനെ തടയണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. ജലദോഷം വൈറസ് വഴി പകരുന്ന സാധാരണ പനിയാണിത്. തൊണ്ടവേദന, മൂക്കടപ്പ്, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയാണ് ലക്ഷണങ്ങൾ. 2-3 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ മാറും. ജലദോഷം ഉള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുക. വൈറൽ പനി വായുവിലൂടെ പകരും. തൊണ്ടവേദന, തുമ്മൽ, കടുത്ത തലവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ. ചികിത്സയും വിശ്രമവും വേണം. വൈറൽ പനി ആസ്മ രോഗികളിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും. വൈറൽ പനി ന്യൂമോണിയ ആയി മാറാനും സാധ്യതയുണ്ട്. ടൈഫോയിഡ് ഭക്ഷണത്തിലൂടെയും മലിനജലം കലർന്ന കുടിവെള്ളത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം. തുടക്കത്തിൽ ലക്ഷണങ്ങൾ കുറവായിരിക്കും. വലിയ വെല്ലുവിളിയാണിത്. പനി തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ ക്ഷീണം കൂടും. കുടലിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത് മൂലം വയറുവേദന, മലം കറുത്ത നിലയിൽ പോവുക, വിശപ്പില്ലായ്മ, കടുത്ത ക്ഷീണം എന്നിവ ഉണ്ടാകും. രോഗം മാറിയാലും വിസർജ്യത്തിലൂടെ രോഗം പകരുന്നതിനുള്ള സാധ്യത കുറച്ചുകാലം കൂടി നീണ്ടു നിൽക്കും. എലിപ്പനി വൈറൽ പനി പോലെ തോന്നിപ്പിക്കുന്ന ഈ രോഗം അതിവേഗം മൂർച്ഛിക്കും. മലിനജലത്തിൽ ചവിട്ടുമ്പോൾ കാലിലെ ചെറിയ മുറിവുകൾ വഴി അണുക്കൾ ശരീരത്തിലെത്തും. ശക്തമായ പനി, വിറയൽ, തളർച്ച, ശരീരവേദന, ഛർദി, മനം പുരട്ടൽ, കണ്ണിന് ചുവപ്പ് നിറം, ശരീരത്തിൽ മഞ്ഞ നിറം, മൂത്രം കടുത്ത നിറത്തിൽ പോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. അടിയന്തര ചികിത്സ തേടണം. ഡെങ്കിപ്പനി കൊതുക് പരത്തുന്നതും ഏറ്റവും അധികം പേരിൽ ഉണ്ടാകുന്നതുമായ പനിയാണിത്. കഠിനമായ പനി, അസഹ്യമായ തലവേദന, അസ്ഥികളിലും സന്ധികളിലും വേദന, കണ്ണുകളുടെ പിന്നിൽ വേദന, വിശപ്പില്ലായ്മ, ചുവന്ന പാടുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. മുൻപ് ഡെങ്കി ഉണ്ടായവരിൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പുറമെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും പ്രത്യേക ശ്രദ്ധ വേണം. രോഗബാധയുണ്ടായാൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കണം. ലക്ഷണങ്ങൾ 3 ദിവസത്തിനകം നീളുകയോ മൂക്കിലോ മോണയിലോ വിസർജ്യങ്ങളിലോ രക്തം കാണപ്പെട്ടാലോ ഉടൻ ചികിത്സ തേടണം. H1N1 വായുവിലൂടെയാണ് രോഗപകർച്ച. ആദ്യ സമയങ്ങളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നീട് പനി, തൊണ്ടവേദന, ഛർദി എന്നിവ ഉണ്ടാകാം. ഒപ്പം പേശികളിലും സന്ധികളിലും ശക്തമായ വേദന ഉണ്ടാവും. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന മറ്റൊരു രോഗം. പനിയുടെ രോഗലക്ഷണങ്ങളോടൊപ്പം ശക്തമായ സന്ധിവേദനയും ചലനം പ്രയാസമാകുന്ന വിധത്തിൽ കാൽമുട്ട്, കൈക്കുഴ, വിരലുകൾ, കഴുത്ത്, നടുവ് എന്നീ ഭാഗങ്ങളിൽ വേദനയും ഉണ്ടാകും. വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ നൽകുക. ഇലക്കറികൾ, പച്ചക്കറികൾ കൂടുതൽ അടങ്ങുന്ന വീട്ടിൽ തയ്യാറാക്കുന്ന സമീകൃതാഹാരം ഉച്ചഭക്ഷണമായും സ്നാക്സായും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുക. പുറത്തു നിന്നുള്ള ഭക്ഷണം സ്ഥിരമായി കൊടുക്കരുത്. ഭക്ഷണവും വെള്ളവും തുറന്നു വെക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശുചിമുറിയിൽ പോയതിനു ശേഷവും നിർബന്ധമായും കൈകൾ നന്നായി കഴുകുക. മാങ്ങ, പപ്പായ, നെല്ലിക്ക തുടങ്ങിയ പ്രാദേശികമായി കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളം നൽകുക. വിറ്റാമിൻ സി കിട്ടാൻ കുട്ടികൾക്ക് നാരങ്ങ വെള്ളം ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതെ ശ്രദ്ധിക്കണം. കുട്ടികൾ മഴ നനഞ്ഞാൽ തല തോർത്തിയ ശേഷം ഉണങ്ങിയ വസ്ത്രം ധരിപ്പിച്ച് കുടിക്കാൻ പോഷക ഗുണമുള്ള ചൂടുള്ള കഞ്ഞിവെള്ളം, പാൽ എന്നിവ നൽകുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മൂടാൻ കുട്ടികളെ ശീലിപ്പിക്കുക. ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.